സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സഖാവ് പി.കെ. ഗുരുദാസ്, പ്രിയപ്പെട്ട പ്രതിനിധി സഖാക്കൾ, സ്നേഹിതർ, കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന നിങ്ങളെയാകെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോളിറ്റ് ബ്യൂറോയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ പാർട്ടിയുടെ 23-ാം കോൺഗ്രസ് 2022 ഏപ്രിൽ മാസത്തിൽ 6-ാം തീയതി മുതൽ 10 വരെ തീയതികളിൽ കണ്ണൂരിൽ ചേരുകയാണ്. അതിൻ്റെ മുന്നോടിയായി സംസ്ഥാന സമ്മേളനം 2022 മാർച്ച് ആദ്യവാരത്തിൽ ചേരും. അതിൻ്റെ മുന്നോടിയായാണ് നമ്മളിപ്പോൾ കൊല്ലം ജില്ലാ സമ്മേളനം ചേരുന്നത്. ആമുഖമായി 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, മറ്റ് മഹാഭൂരിപക്ഷം രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ പാർട്ടി സമൂഹത്തിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ സാംസ്കാരിക പ്രശ്നങ്ങൾ മാർക്സിസം ലെനിനിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്, കടമകൾ ആവിഷ്കരിക്കുന്നത്. മാർക്സിസത്തെ നമ്മളൊരു മന്ത്രമായിട്ടല്ല കാണുന്നത്, പ്രയോഗിക്കാനുള്ള വഴികാട്ടിയാണ്. മാർക്സിസവും 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്താണ് മാർക്സും എംഗൽസും ഉയർത്തിക്കൊണ്ടുവന്നത്. അവിടെ തറച്ചു നിൽക്കുകയുമല്ല, ലോകത്താകെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലോകത്തെ മാറ്റത്തിൽ നമ്മുടെ പാർട്ടി ഇടപെടുന്നുണ്ട്. അതിൻ്റെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ മറ്റെല്ലാ ശാസ്ത്രത്തെയും പോലെ മാർക്സിസവും നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക പ്രശ്നങ്ങളെ വിലയിരുത്തുന്ന രാഷ്ട്രീയ കക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മുടെ പാർട്ടി ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ്. പാർട്ടിയുടെ നയങ്ങളാകെ തീരുമാനിക്കുന്നത് പാർട്ടി അംഗങ്ങളാകെ പങ്കെടുക്കുന്ന സ്വതന്ത്രമായ ജനാധിപത്യപരമായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് ചേരാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായി ഇപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഒരു രാഷ്ട്രീയ പ്രമേയം അടുത്ത ആഴ്ച ചർച്ച ചെയ്യാൻ പോവുകയാണ് ഹൈദരാബാദിൽ. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ കരട് രാഷ്ട്രീയ പ്രമേയം എല്ലാ പാർട്ടി ഘടകങ്ങളുടെയും ചർച്ചയ്ക്കായി സമർപ്പിക്കും. ആ അഭിപ്രായം പരിഗണിക്കും. ഭേദഗതികളുണ്ടെങ്കിൽ അത് പരിഗണിക്കും. അവയാകെ പരിഗണിച്ചുകൊണ്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഒരു റിപ്പോർട്ട് പാർട്ടി കോൺഗ്രസിൽ സമർപ്പിക്കും. അതിനെപ്പറ്റി ചർച്ചയുണ്ടാവും. അവിടെയും ഭേദഗതികൾ അവതരിപ്പിക്കാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമ്പ്രദായമാണ്. ആ നിലയിൽ നയസമീപനങ്ങളാകെ പാർട്ടി അംഗങ്ങൾ തീരുമാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നയസമീപനങ്ങൾ മാത്രമല്ല, പാർട്ടിയുടെ നേതൃത്വം ആകെ ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റിയും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും വരെ പാർട്ടി അംഗങ്ങളാണ് നിശ്ചയിക്കുന്നത്. ആ നിലയിൽ നയങ്ങളും നേതൃത്വവും ജനങ്ങൾ തീരുമാനിക്കുന്ന, പാർട്ടി അംഗങ്ങൾ തീരുമാനിക്കുന്ന സമ്പ്രദായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുർബലത, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ ഒരു ആഭ്യന്തര ജനാധിപത്യവുമില്ല എന്നാണ്. ഇപ്പം ബി ജെ പിക്കകത്ത് യാതൊരു ആഭ്യന്തര ജനാധിപത്യവുമില്ല. നയിക്കുന്നത് RSS ആണ്. കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്നതാണ്. എന്തെങ്കിലും ഒരു ആഭ്യന്തര ജനാധിപത്യം കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടോ? ഇല്ല. അംഗങ്ങൾ നിശ്ചയിക്കുന്ന നയസമീപനങ്ങളോ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന നേതൃത്വമല്ല കോൺഗ്രസ്.
കോൺഗ്രസിനകത്തുള്ള എല്ലാ നേതാക്കന്മാരെയും ഒരു ഭാഗത്ത് വംശാധിപത്യം, കുടുംബാധിപത്യം, ആ കുടുംബാധിപത്യം, ആ കോക്കസാണ് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരെയും തീരുമാനിക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുകയാണ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ രീതിയിലാണ് അഖിലേന്ത്യാ നേതാക്കന്മാരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന കോക്കസ് നിയമിക്കും. സംസ്ഥാന നേതാക്കന്മാരെ അവർ നിശ്ചയിക്കും. അവരുമായി ബന്ധമുള്ള ബഹുജന സംഘടനാ നേതൃത്വത്തെ ഈ കോക്കസ് നിയമിക്കുന്ന രീതിയാണുള്ളത്. ഈ നിലയിൽ പ്രധാനപ്പെട്ട ഒട്ടേറെ രാഷ്ട്രീയ കക്ഷികൾ നമ്മൾ പരിശോധിച്ചാൽ ഒരു ആഭ്യന്തര ജനാധിപത്യവും ഈ രാഷ്ട്രീയ കക്ഷികളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ട ദൗർബല്യമാണ് ആഭ്യന്തര ജനാധിപത്യമില്ലാത്ത ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് നാടിൻ്റെ ജനാധിപത്യം എങ്ങനെ സംരക്ഷിക്കാനാവും? തീർച്ചയായും അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ നിലയിൽ നമ്മുടെ പാർട്ടി മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി മാർക്സിസത്തിൻ്റെ ദാർശനിക ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്ന പാർട്ടിയാണ്. നയങ്ങളെയും നേതൃത്വത്തെയും പാർട്ടി അംഗങ്ങളാകെ തീരുമാനിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ്. നമ്മൾ ഈ സമ്മേളനത്തിൽ മാർക്സിസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ലോക സംഭവങ്ങളെയും ഇന്ത്യൻ സംഭവങ്ങളെയും കേരളത്തിലെ സംഭവ വികാസങ്ങളെയും അതുപോലെ നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെയും വിലയിരുത്താൻ പോവുകയാണ്. നിങ്ങളുടെ വിലയിരുത്തലിന് സഹായകമായി 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഉദ്ഘാടന പ്രസംഗം എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പ്രധാനപ്പെട്ട ലോക സംഭവങ്ങൾ, അത് തരുന്ന സന്ദേശം എന്താണ്? മറ്റൊന്ന്, ഇന്ത്യയിലെ പൊതുവായ രാഷ്ട്രീയ സ്ഥിതി. മൂന്നാമത്തെ കാര്യം, കേരളത്തിലെ നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, ഇന്നത്തെ പ്രവർത്തനങ്ങൾ, ഇനി എന്തു വേണം എന്നതിനെപ്പറ്റി ചില സൂചനകൾ. നമുക്ക് ആദ്യമായി ലോകസംഭവ വികാസങ്ങളൊന്ന് പരിശോധിക്കാം. ലോകസംഭവ വികാസങ്ങൾ പൊതുവെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും അതിന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളും മനുഷ്യ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അമ്പെ കഴിവില്ലാത്തതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ വലിയ നേട്ടം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. മുമ്പൊന്നും സ്വപ്നം കാണാത്ത വമ്പിച്ച നേട്ടമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ നേടിയിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഉൽപാദന ശക്തികൾ വൻതോതിൽ വളർന്നിട്ടുണ്ട്. ഉൽപാദനം നടത്താനുള്ള, മനുഷ്യന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാകെ ഉൽപ്പാദിപ്പിക്കാനുള്ള കരുത്ത് മനുഷ്യനുള്ള വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സമൂഹത്തിലെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അതിനെയാകെ ഉപയോഗപ്പെടുത്തുന്നില്ല. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ നീതിപൂർവം വിതരണം ചെയ്യുന്നില്ല. അതിൻ്റെ ഫലമായി തൊഴിലില്ലായ്മ വളരുന്നുണ്ട്, പട്ടിണി വളരുന്നുണ്ട്, ജനങ്ങളുടെ പ്രയാസവും ബുദ്ധിമുട്ടും വളരുന്നുണ്ട്. ഈ നിലയിൽ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വലിയ പുരോഗതി നേടാനായെങ്കിലും ഇന്നത്തെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുതലാളിത്തത്തിന് കഴിയുന്നില്ല എന്നതാണ് ലോകസംഭവ വികാസങ്ങളാകെ തെളിയിക്കുന്നത്. നമുക്ക് കോവിഡിൻ്റെ കാര്യം പരിശോധിക്കാം. കോവിഡിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, അതിൻ്റെ വ്യാപനം തടയുന്ന കാര്യത്തിൽ നിയന്ത്രിക്കാനെടുത്ത നടപടികൾ സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾക്ക് പരിഹാരം കാണുന്ന കാര്യത്തിൽ ഒക്കെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അതിൻ്റെ പാപ്പരത്താണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവരുടെ ഇടപെടലുകളാകെ പരിശോധിച്ചാൽ ഇന്ന് വാക്സിൻ നൽകാതെ കോവിഡിൻ്റെ വ്യാപനത്തെ തടയാനാവില്ല.
സൗജന്യമായി എല്ലാവർക്കും വാക്സിൻ നൽകാൻ മുതലാളിത്ത രാജ്യങ്ങൾ പലതും തയ്യാറാവുന്നില്ല എന്നതാണ്. അവർക്ക് ലാഭം ഉണ്ടാക്കുന്നതാണ് പ്രധാനം. ആ നിലയിൽ ജനങ്ങൾക്ക് വാക്സിൻ നൽകി ഇതിൻ്റെ വ്യാപനം തടയാൻ ആവശ്യമായ നടപടികൾ അവരെടുത്തില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാൽ സമ്പന്ന മുതലാളിത്ത രാജ്യങ്ങൾ ലഭ്യമായ എല്ലാ വാക്സിനും അവർ ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾ വാക്സിൻ ഇല്ലാത്തത് കൊണ്ട് കോവിഡിൻ്റെ കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ കാണാനാവുക, ഈ വാക്സിൻ നിർമ്മിക്കുന്നത് ചില രാജ്യങ്ങൾ അത് സംബന്ധിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. വികസിത മുതലാളിത്ത രാജ്യങ്ങളാണ് അത് കണ്ടുപിടിച്ചത്. എന്നാൽ ആ സാങ്കേതിക വിദ്യ മറ്റ് രാജ്യക്കാർക്ക് പകർന്നു കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. ബൗദ്ധിക സ്വത്തവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ റോയൽറ്റിയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിൽ നിന്നും സമ്പത്ത് ആർജിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ഈ കോവിഡിൻ്റെ വ്യാപനത്തെ മുതലാളിത്തം സമ്പത്ത് വളർത്താനുള്ള ഒരു ഉപാധിയായി ഉപയോഗിക്കുന്നത് നമുക്ക് ലോകത്താകെ മുതലാളിത്തത്തിൻ്റെ നീക്കം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതിനു പുറമെ ഇപ്പം നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ ദാർശനികമായ സമീപനം ഈ സാമ്പത്തിക കാര്യങ്ങൾ, ഭരണകാര്യങ്ങളിലൊന്നും ഗവൺമെൻറ് ഇടപെട്ടുകൂടാന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ആ നിലയിലും മുതലാളിത്തത്തിൻ്റെ പൊതുവായ ദാർശനിക സമീപനം വിശകാണ് എന്ന് ഈ കോവിഡിൻ്റെ വ്യാപനം, അതിനെ തടയാനെടുത്ത നടപടികൾ, അത് സൃഷ്ടിച്ച പ്രത്യാഘാതം, അതിനെ നേരിടാൻ ഗവൺമെൻറ് എടുത്ത നടപടികളാകെ പരിശോധിച്ചാൽ ഗവൺമെൻറ്റുകളുടെ ഇടപെടലുകൾ ഉണ്ടായി എന്നതാണ്. ആ നിലയിൽ വീണ്ടും മുതലാളിത്തത്തിൻ്റെയും നവ ഉദാരവൽക്കരണത്തിൻ്റെയും പാപ്പരത്വമാണ് തെളിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ മുതലാളിത്ത രാജ്യങ്ങൾ ഒട്ടേറെ ഉത്തേജക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനല്ല അത്തരം ഉത്തേജക പദ്ധതികൾ ഇന്നിപ്പോൾ ഉപകരിക്കപ്പെടുന്നത്. വലിയ കോർപ്പറേറ്റുകൾക്ക് വലിയ കടം കൊടുക്കാനാണ് അവർ തയ്യാറായത്. അതും കോർപ്പറേറ്റുകളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഉപകരിച്ചിരിക്കുകയാണ് കോവിഡ്. ഇന്നിപ്പോൾ കോവിഡിൻ്റെ വ്യാപനം, അതിനെ തടയാനെടുത്ത നടപടികൾ, അത് സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ പട്ടിണി വൻതോതിൽ വളർന്നിട്ടുണ്ട്, തൊഴിലില്ലായ്മ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഓക്സ്ഫാം അവർ നടത്തിയ ഒരു പഠനം കാണിക്കുന്നത് 6 ഇരട്ടി ഈ കോവിഡിൻ്റെ കാലത്ത് ലോകത്ത് പട്ടിണിക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. ഓരോ മിനിറ്റിലും പട്ടിണി ബാധിച്ച് 11 ആളുകൾ മരിക്കുന്നു എന്നതാണ് കണക്ക്. അതുമാത്രമല്ല, ഒരു വലിയ വിഭാഗം കുട്ടികൾക്ക്, വിശേഷിച്ചും സാധാരണക്കാരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വൻതോതിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇതും വളരെ ദൂരവ്യാപകമായ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ വരും കാലത്ത് സൃഷ്ടിക്കാൻ ഇടവരുത്തുന്നതാണ്. ഇന്നിപ്പോൾ മഹാമാരി ഈ നിലയിൽ വാക്സിൻ കൊണ്ടും നടപടികൾ കൊണ്ടും തൽക്കാലം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും 2022 സാമ്പത്തിക സ്ഥിതി? അതിനെ സംബന്ധിച്ചും സാമ്പത്തിക വിദഗ്ധന്മാരും ലോകബാങ്കുമൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. ഈ കോവിഡിൻ്റെ മുമ്പുള്ള കാലത്തേക്ക് എത്തിച്ചേരാനാവില്ല എന്നതാണ്. ഏതാണ്ട് ഒരു 2% കുറവായിരിക്കും എന്ന തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു അഭിപ്രായം അതിനേക്കാട്ടിലും ഇടിയാനാണ് പോകുന്നത് എന്നതാണ് 2022 സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ആ നിലയിൽ കോവിഡിനെ നിയന്ത്രിക്കുന്നതിൽ മുതലാളിത്തം അമ്പ പരാജയപ്പെട്ടു. 2008 മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 2008 മുതലാളിത്ത ലോകത്തെ കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചു. ഇനിയും മുതലാളിത്ത ലോകം അതിൽ നിന്ന് കരകയറിയിട്ടില്ല. ഒട്ടേറെ നടപടികൾ മുതലാളിത്ത ലോകം സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ എടുത്ത നടപടികളിൽ ഒന്നും
ഈ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് മുതലാളിത്തത്തെ രക്ഷിക്കാൻ ഉപകരിച്ചില്ല എന്നതാണ് ലോകസംഭവങ്ങളാകെ തെളിയുന്നത്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ലോകമാകെ പരിശോധിച്ചാൽ വിവിധ വിഭാഗം ജനങ്ങളുടെ സമരങ്ങൾ വളർന്നു വരുന്നത് കാണാൻ കഴിയും. കൃഷിക്കാരൻ്റെ സമരങ്ങൾ വളർന്നു വരുന്നുണ്ട്, തൊഴിലാളികളുടെ സമരങ്ങൾ വളർന്നു വരുന്നുണ്ട്, വിദ്യാർത്ഥികളുടെ സമരങ്ങൾ വളർന്നു വരുന്നുണ്ട്, യുവജനങ്ങളുടെ സമരങ്ങൾ വളർന്നു വരുന്നുണ്ട്, വനിതകളുടെ സമരങ്ങൾ വളർന്നു വരുന്നുണ്ട്. പ്രത്യേക ദേശീയ ജനവിഭാഗങ്ങൾ, എത്നിക് അവരുടേതായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ സമരങ്ങളും ലോകത്ത് വളർന്നു വരുന്നുണ്ട്. ഈ വളർന്നു വരുന്ന ബഹുജന സമരങ്ങൾ ലോകരാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ തുടങ്ങുന്നതും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനാവും. നമ്മുടെ പാർട്ടിയുടെ മുൻകാല പാർട്ടി കോൺഗ്രസ്സുകൾ ലോകസ്ഥിതിഗതികളെ സംബന്ധിച്ച് വിലയിരുത്തിയപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾക്കറിയാം, 1990കളിലെ സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണം, കിഴക്കൻ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്കേറ്റ തകർച്ച, ഈ ഒരു പശ്ചാത്തലത്തിൽ ലോകരാഷ്ട്രീയം ഒരു ശക്തിമത്തായ വലതുപക്ഷ ചായ്വ് പിൽക്കാലത്ത് സ്വീകരിക്കുകയുണ്ടായി. ഇന്ന് ആ വലതുപക്ഷ ചായ്വിനെതിരായ ശക്തിമത്തായ സമരങ്ങൾ ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വളർന്നു വരുന്നതും ശക്തിപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോൾ ലാറ്റിൻ അമേരിക്ക, ഒരു നിര രാജ്യങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ബൊലീവിയ, വെനിസുല, ഹോണ്ടുറാസ്, പെറു, ചിലി ഈ അടുത്ത ദിവസമാണ്. ആ നിലയിൽ പുരോഗമന ജനാധിപത്യ സ്വഭാവമുള്ള ഗവൺമെൻറ്റുകൾ ഈ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്നു. ബ്രസീലിൽ അടുത്ത കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പിൽ ഈ വലതുപക്ഷ ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തുമെന്ന തരത്തിലാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സൂചിപ്പിക്കുന്നത്. കൊളംബിയ ഒരു വലിയ മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പല രാജ്യങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ശരി, അതാത് രാജ്യങ്ങളിലെ രാഷ്ട്രീയത്തിൽ ഗണ്യമായ ശക്തിയായി വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ലാറ്റിൻ അമേരിക്കൻ നാടുകളിൽ മാത്രമല്ല, എന്താ യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ സ്ഥിതി? 1950-കൾക്ക് ശേഷം ആദ്യമായി ഏതാണ്ട് എല്ലാ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും മധ്യ ഇടത് സ്വഭാവമുള്ള ഗവൺമെൻറ്റുകളാണ് ഇന്നിപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഒരു മാറ്റമാണ്. കടുത്ത ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ തള്ളിക്കളഞ്ഞ് പുരോഗമന സ്വഭാവമുള്ള ഗവൺമെൻറ്റുകൾ എന്ന തരത്തിലേക്ക് അവിടെ മാറാൻ തുടങ്ങുന്നു. അതുപോലെ ജർമ്മനി, കടുത്ത വലതുപക്ഷക്കാരിയായിരുന്നു അഞ്ചല മെർക്കൽ, അവർ തോറ്റു. ഈ നിലയിൽ ലോകത്തിലെ പല ഭാഗങ്ങളിൽ പരിശോധിച്ചാൽ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ആ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി ഇടത്ത് പക്ഷത്തേക്ക് ലോകരാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരാനുള്ള ശക്തിമത്തായ പോരാട്ടം നടക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. പിന്നത് ചൈനയാണ്. എന്ത് വമ്പിച്ച പുരോഗതിയാണ് ചൈന ഈ കഴിഞ്ഞ കാലത്ത് നേടിയത്. ഇന്നിപ്പോ 2020 ആയപ്പോഴേക്കും മുൻകാലത്ത് പ്രതീക്ഷിച്ചതുപോലെ മിതമായ ഒരു അഭിവൃദ്ധി ആർജിച്ച സമൂഹമായി ചൈന വളർന്നിരിക്കുന്നു എന്നതാണ്. മോഡറേറ്റ് പ്രോസ്പെറസ് രാജ്യമാകും എന്നതാണ് അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ നടന്നിരിക്കുന്നു എന്നതാണ് ഇന്നിപ്പോ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചൈനയിലെ ഭരണകർത്താക്കളും പ്രഖ്യാപിക്കുന്നത്. അതുമാത്രമല്ല, 2021 ഫെബ്രുവരി ആയപ്പോഴേക്ക് ദാരിദ്ര്യം പൂർണ്ണമായി ഒഴിവാക്കാനായി എന്നതാണ്. ചൈന മാത്രമല്ല ഇത് പറയുന്നത്, വേൾഡ് ബാങ്കിൻ്റെ അഭിപ്രായമുണ്ട്. ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് ലോകത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരിൽ 70% ഈ ചൈന എടുത്ത നടപടികളുടെ അടിസ്ഥാനത്തിൽ കുറയ്ക്കാനായി എന്നതാണ്. ആ നിലയിൽ
ദാരിദ്ര്യം ഒഴിവാക്കാൻ കഴിഞ്ഞു. വലിയ സാമ്പത്തിക വളർച്ച നേടാൻ കഴിഞ്ഞു. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും രംഗത്ത് വലിയ നേട്ടം നേടിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ നാണയ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ 1-ാം സ്ഥാനത്തിലേക്ക് ചൈന കടന്നു വന്നിരിക്കുന്നു. അമേരിക്കക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു. ലോകത്തിലെ 150-150ഓളം രാജ്യങ്ങളുമായുള്ള വളരെ അടുത്ത ബന്ധമാണ് ചൈന പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ലോകരാഷ്ട്രീയത്തിൽ തന്നെ ചൈനയുടെ ഇടപെടൽ ഈ നിലയിൽ സ്വാധീന ശക്തി വളർന്നു വരുന്നുണ്ട്. ഇതിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അമേരിക്ക ആശങ്കാകുലരാണ്. തങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെടുമെന്നാണ് വരും കാലത്ത് സംഭവിക്കാനിടവരും എന്നവർ ഭയപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് അമേരിക്ക ചൈനയ്ക്കെതിരായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം G7 രാജ്യങ്ങളെ അണിനിരത്താൻ ശ്രമിച്ചു. യൂറോപ്യൻ യൂണിയനെ ചൈനയ്ക്കെതിരായി അണിനിരത്താൻ അവർ ശ്രമം നടത്തി. നാറ്റോ രാജ്യങ്ങളെ ചൈനയ്ക്കെതിരായി അണിനിരത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏഷ്യയിൽ ഇന്ത്യ, ജപ്പാൻ, ആസ്ട്രേലിയ, അമേരിക്കയെ കൊണ്ടുകൂടാ ചൈനയെ വളയാനും ചൈനയെ ഒതുക്കാനും ആവശ്യമായ നടപടികളാണ്. ഇതിനെല്ലാം ചേർത്തുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കൂടുതൽ രാജ്യങ്ങളിൽ ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ച് വലിയ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. സോഷ്യലിസത്തിൻ്റെ മെച്ചം ഈ നിലയിൽ ചൈന കൈവരിച്ച ഈ വലിയ വിജയവും എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ വിയറ്റ്നാം പുരോഗതി ആർജിക്കുന്നുണ്ട്. ക്യൂബയ്ക്കെതിരായി വലിയ ഉപരോധമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, കരുത്താർജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലാവോസ് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ്. സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രയാസത്തിൻ്റെ ഇടയിലും അവർ പടിപടിയായി മുന്നോട്ട് വരുന്നു എന്നതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ വടക്കൻ കൊറിയയും പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് അവിടുത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ സോഷ്യലിസത്തിൻ്റെ മെച്ചം ഈ ലോക സംഭവങ്ങളിൽ പ്രകടമാക്കുന്നു എന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങൾ സ്വീകരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടു, ജനവിരുദ്ധമാണ് ഈ മുതലാളിത്തത്തിൻ്റെ മുഖം. അവരെടുക്കുന്ന എല്ലാ നടപടികളും ജനങ്ങൾക്കെതിരാണ്. ഇന്നിപ്പോ ലോകത്ത് ചൂട് വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം കെടുതികളാണ്. ഏതാണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ആ കെടുതി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ വലിയ മഴ, അല്ലെങ്കിൽ വരൾച്ച, മണ്ണിടിച്ചിൽ. ജനങ്ങളാകെ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. എല്ലാ രാജ്യങ്ങളെയും ഇത് ബാധിക്കുന്നു. എന്താ ഇതിന് കാരണം? താപനില വർദ്ധിച്ചിരിക്കുന്നു അന്തരീക്ഷത്തിൻ്റെ. ആരാതിന് മുഖ്യ കാരണക്കാർ? വികസിത മുതലാളിത്ത രാജ്യങ്ങളാണ്. അവരുപയോഗിച്ച സാങ്കേതിക വിദ്യ, അവരുപയോഗിച്ച ഇന്ധനം, ഇപ്പോൾ കൽക്കരി, പെട്രോളിയം, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഹരിതഗ്രഹ വാതകം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. അതാണ് അന്തരീക്ഷ താപം വർദ്ധിക്കുന്നതിന് ഇടവരുത്തിയത്. ഇക്കാര്യം സംബന്ധിച്ച് ലോകത്ത് പല ചർച്ചകൾ നടന്നു. എത്തിച്ചേർന്ന ചർച്ചകളിൽ ഈ സാങ്കേതിക വിദ്യയിൽ മാറ്റം ഉണ്ടാവണം, ഇന്ധനത്തിൽ മാറ്റം ഉണ്ടാവണം, ഹരിതഗ്രഹ വാതകം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകാതെ നമുക്ക് ഈ ചൂട് പിടിക്കുന്ന ഈ സ്ഥിതിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനാവില്ല. അതിലെല്ലാം സംബന്ധിച്ച് ചില ധാരണകൾ എത്തിച്ചേർന്നു. ആ ധാരണകളോട് എന്താ മുതലാളിത്ത രാജ്യങ്ങളുടെ സമീപനം? ഈ കൂട്ടായ തീരുമാനത്തെയൊക്കെ നിഷേധിക്കുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പുണ്ടാക്കിയ എല്ലാ കരാറുകളിൽ നിന്നും അമേരിക്ക പിന്മാറി. ഇപ്പോൾ പാരീസ് കരാർ 2015, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഉള്ള കരാറിൽ നിന്ന് അമേരിക്ക പുറകോട്ട് മാറി. ഇന്നിപ്പോൾ ഗ്ലാസ്ഗോയിൽ വെച്ച് ഇത് സംബന്ധിച്ചുള്ള സമ്മേളനം നടന്നു. ആ ഗ്ലാസ്ഗോ സമ്മേളനം സംബന്ധിച്ചുള്ള പശ്ചാത്തലം അത് ഇത് സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ ഇന്ന് 1.1 ഡിഗ്രി സെൽഷ്യസിൻ്റെ ചൂട് ഇന്നിപ്പോൾ ലോകത്ത് വന്നിരിക്കുന്നു. അപകടകരമായ സ്ഥിതിയായി 1.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് അവിടേക്ക് അതിവേഗം എത്തും എന്നതാണ്. അടിയന്തരമായി ഈ ഹരിതഗ്രഹവാതകത്തിൻ്റെ ഉൽപാദനം കുറക്കാതെ
ലോകത്തെ രക്ഷിക്കാനാവില്ല എന്നതാണ്. 2030 ഒരു 50% കുറയ്ക്കണമെന്ന് മുമ്പ് തീരുമാനം എടുത്തിരുന്നു. ഇന്നിപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് മാറിയിരിക്കുകയാണ്. ഇന്നത്തെ സ്ഥിതി 2030 16% ഹരിതഗ്രഹവാതകത്തിൻ്റെ ഉൽപാദനം വർദ്ധിക്കും എന്നതാണ് ഗ്ലാസ്ഗോയിൽ നടന്ന ചർച്ചകൾ സൂചിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ കണ്ടിരിക്കുന്നത് 2050 അതിൻ്റെ ഉൽപാദനവും അതിൻ്റെ ആഗിരണവും ഏതാണ്ട് സമമാവുന്ന ഒരു നിലയിലേക്ക് എത്തും എന്ന തരത്തിൽ അമേരിക്ക ഇത് കുറയ്ക്കുന്ന ലക്ഷ്യത്തെ തള്ളി നീക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി വലിയ കെടുതികൾ ലോകം അനുഭവിക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, മുമ്പുണ്ടായ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഈ പുത്തൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു, പുത്തൻ ഇന്ധനം ഉപയോഗിക്കുന്നു. പുതുതായി സ്വാതന്ത്ര്യം ലഭിച്ച് വളരാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് ഒട്ടേറെ പ്രയാസമുണ്ടാവുന്നതാണ്. അതുകൊണ്ട് വികസിത മുതലാളിത്ത രാജ്യങ്ങൾ ഒരു $10,000 കോടി ഓരോ കൊല്ലവും നൽകാമെന്ന് കരാറുണ്ടായിരുന്നു. ആ കരാർ അനുസരിച്ചുള്ള നടപടികൾ എടുക്കാനും ഇന്ന് വികസിത മുതലാളിത്ത രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല. ഇത് നടപ്പാക്കുന്നത് ഒരു 3 കൊല്ലക്കാലത്തേക്ക് ഇന്നിപ്പോൾ തള്ളി നീക്കിയിരിക്കുകയാണ്. അങ്ങനെ ആഗോള താപനം തടയാനുള്ള യാതൊരു നടപടിയും വികസിത മുതലാളിത്ത രാജ്യങ്ങൾ ഇന്ന് സ്വീകരിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെയും മുതലാളിത്തത്തിൻ്റെ ജനവിരുദ്ധമായ മുഖത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ന് കോവിഡ് ആണെങ്കിലും ശരി ഓൺലൈനിലായി പരസ്പരം ബന്ധപ്പെടാനും സ്ഥിതിഗതികളെ വിലയിരുത്താനും കടമകൾ ആവിഷ്കരിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇതാണ് ലോക സംഭവ വികാസങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത്. നമുക്കിനി ഇന്ത്യൻ സംഭവ വികാസങ്ങൾ പ്രധാനപ്പെട്ടത് എന്താണെന്ന് പരിശോധിക്കാം. നമ്മുടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഇന്ത്യയിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിൻ്റെ അമിതാധികാര ഭരണമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്നതാണ്. കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിൻ്റെ അമിതാധികാര ഭരണമാണ്. ഈ കഴിഞ്ഞ 3-4 കൊല്ലക്കാലത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാകെ പരിശോധിച്ചാൽ ഇത് കൂടുതൽ ആക്രമണ ഉത്സുകതയോടെ നമ്മുടെ രാജ്യത്ത് മോദി ഭരണം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥ ഇതുപോലെ കടന്നാക്രമണങ്ങളെ നേരിട്ട ഒരു കാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ പാർലമെന്ററി സമ്പ്രദായം ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മോദി ഭരണം പാർലമെന്റിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല. പാർലമെന്റിൽ നിയമങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്താൻ അവസരം നൽകുന്നില്ല. പാർലമെന്ററി കമ്മിറ്റികൾ സംഘടിപ്പിക്കുകയോ അവരുടെ പരിശോധനയ്ക്ക് ഈ ബില്ലുകളെ അയക്കുകയോ ചെയ്യുന്ന സമ്പ്രദായമില്ല. പ്രധാനപ്പെട്ട നയവിഷയങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവരാറില്ല, ചർച്ച നടത്താറില്ല. അതുമാത്രമല്ല, നമ്മുടെ ഭരണകക്ഷി പലപ്പോഴും ചെയ്യാറുള്ളത് പാർലമെന്റിൽ ചർച്ചകൾ നടക്കുമ്പോൾ അവർ ബഹളമുണ്ടാക്കും. ആ ബഹളത്തിൻ്റെ ഇടയിൽ ബില്ലുകളാകെ ശബ്ദ വോട്ടോടെ പാസ്സാക്കുന്ന രീതിയാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കുന്ന രീതിയല്ലേ അവരെടുത്തത്. ഇപ്പോൾ ജമ്മു കാശ്മീർ സംസ്ഥാനം ഒറ്റ ദിവസം കൊണ്ടാണ് ആ സംസ്ഥാനം ഇല്ലാതായത്. പാർലമെന്റ് ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമെടുത്തേ. നമ്മുടെ കഴിഞ്ഞ കാലത്തെ പാർലമെന്റിന്റെ ചരിത്രം ആകെ പരിശോധിച്ചാൽ ബീഹാർ സംസ്ഥാനത്തെ ബീഹാറും ജാർഖണ്ഡുമായി വിഭജിച്ചു. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡുമായി വിഭജിച്ചു. ഇത് സംബന്ധിച്ചുള്ള ബില്ല് 1.5 കൊല്ലക്കാലമാണ് പാർലമെന്റിൽ ചർച്ച നടന്നത്, സംസ്ഥാനങ്ങൾ ചർച്ച നടന്നത്, സെലക്ട് കമ്മിറ്റികൾ പരിശോധിച്ചത്. ഈ ജമ്മു കാശ്മീർ സംസ്ഥാനം സംബന്ധിച്ച് ഇല്ലാതായ നടപടി ഒരു ചർച്ചയും അവിടെ ഉണ്ടായില്ലേ.
മുൻകൂട്ടി നോട്ടീസും നൽകാൻ തയ്യാറായില്ല. ആഭ്യന്തരമന്ത്രി പാർലമെന്റിലേക്ക് കടന്നു വരുന്നു, ഒരു കടലാസ് എടുക്കുന്നു, അത് വായിക്കുന്നു, അത് പാസ്സാക്കുന്നു എന്ന തരത്തിലാണ്. ആ നിലയിൽ പാർലമെന്റിനെ പ്രവർത്തിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റിന്റെ കാലത്ത് അവിശ്വാസ പ്രമേയം, ഇപ്പൊ പാർലമെന്റിലെ ഭൂരിപക്ഷം അനുസരിച്ചിട്ടാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ ആദ്യമായി അത് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണമെന്നതാണ്. കഴിഞ്ഞ പാർലമെന്റിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു തവണ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം ഒരു സെഷൻ കാലത്തേക്ക് എടുക്കാൻ തയ്യാറായില്ല. ബഹളമുണ്ടാക്കി മാറ്റിവെക്കുകയാണ് അവർ ചെയ്തത്. ആ നിലയിൽ ഇപ്പൊ വിദ്യാഭ്യാസ നയം പുതുതായി അംഗീകരിച്ചു, പരിസ്ഥിതി നയം അവർ പുതുതായി അംഗീകരിച്ചു, മറ്റു പല നയങ്ങളും അവർ അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കലോ പാർലമെന്റിൽ അത് സംബന്ധിച്ച് ചർച്ച നടത്തലോ ഉണ്ടായില്ല എന്നതാണ്. അതുപോലെ നാം അടുത്ത ദിവസം കണ്ടു, രാജ്യസഭയിൽ പ്രതിപക്ഷം അവരുടെ ശബ്ദം മുഴക്കാൻ, ഗവൺമെന്റിന്റെ നയസമീപനങ്ങളെ വിമർശിക്കാൻ തയ്യാറായപ്പോൾ അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് 12 രാജ്യസഭാ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നതിനാണ് രാജ്യസഭയുടെ ചെയർമാൻ തീരുമാനമെടുത്തത്. ഒരർത്ഥത്തിൽ ഈ നടപടിയുടെ പിന്നിൽ രാജ്യസഭയിലെ BJPയുടെ ഭൂരിപക്ഷം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഈ നിലയിൽ ചർച്ച സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചർച്ച ചെയ്യാൻ തയ്യാറാവുന്ന പ്രതിപക്ഷാംഗങ്ങളെ നേരെ നടപടിയെടുക്കുന്ന സമീപനവുമാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയാണ്. നീതിന്യായ വ്യവസ്ഥ, ജനാധിപത്യ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. എന്നാൽ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ എക്സിക്യൂട്ടീവിന്റെ സമ്മർദ്ദത്തിലാണ്, ഭരണനിർവഹണ സമിതിയുടെ സമ്മർദ്ദത്തിലാണ്. സ്വതന്ത്രമായി ഈ നീതിന്യായ വ്യവസ്ഥ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്നതാണ്. ഇന്നിപ്പോൾ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ഗവൺമെന്റിന് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം കേട്ട് തീരുമാനിക്കുന്ന നിലയിലേക്ക് ഇന്നിപ്പോൾ മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഗവൺമെന്റിന് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ സുപ്രീം കോടതി ചർച്ച ചെയ്യാറില്ല, തീരുമാനം എടുക്കുന്നില്ല. പൗരത്വാവകാശ ഭേദഗതി നിയമം ചോദ്യം ചെയ്തുകൊണ്ട്, ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് ഒട്ടേറെ ആളുകൾ സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചു. സുപ്രീം കോടതി കേൾക്കുന്നില്ലേ? ജമ്മു കാശ്മീർ സംസ്ഥാനം ഇല്ലാതാക്കി. ആ നടപടിയെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. എന്നാൽ കഴിഞ്ഞ 3 കൊല്ലക്കാലമായി അത് കെട്ടിക്കിടക്കാണ്, സുപ്രീം കോടതി എടുക്കുന്നില്ല. നമ്മുടെ വൻകിട കോർപ്പറേറ്റുകൾ, ആ കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് കൈമാറുന്ന തരത്തിലുള്ള ഇലക്ട്രൽ ബോർഡ് സമ്പ്രദായം, അതിൻ്റെ നിയമപരമായ സാധുത നാം ചോദ്യം ചെയ്തു. പക്ഷെ സുപ്രീം കോടതിയിൽ ആ കേസ് കെട്ടിക്കിടക്കാണ്. ഈ നിലയിൽ പ്രധാനപ്പെട്ട കേസുകൾ സുപ്രീം കോടതി കേൾക്കുന്നില്ല. ഗവൺമെന്റിന് ഇഷ്ടമുള്ള അയോധ്യ കേസ് കേട്ടു, അയോധ്യ കേസിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുത്തു. ഇന്നിപ്പോ കഴിഞ്ഞ കാല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ സംബന്ധിച്ചുള്ള വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്നിപ്പോ സോമപ്രസാദിന്റെ കൂട്ടുകാരനാണ്, രാജ്യസഭാംഗമാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇന്ത്യ ഗവൺമെന്റിന് ഇഷ്ടപ്പെട്ട ഒട്ടേറെ വിധികൾ പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായി. ആ വിധികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവം നിങ്ങളുടെ എല്ലാ ശ്രദ്ധയിലുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെയുള്ള ഒരു വനിത അദ്ദേഹത്തിനെതിരായി ആക്ഷേപം കൊടുത്തു. ഈ ആക്ഷേപം സംബന്ധിച്ച് തീരുമാനമെടുത്തതാരാണ്? അദ്ദേഹം അടങ്ങുന്ന ഒരു സമിതിയാണ്. അന്ന് അങ്ങനെ തീരുമാനിച്ചത് ശരിയല്ല എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആ ആരോപണം ഉന്നയിച്ചപ്പോൾ ഗൊഗോയിയും കേന്ദ്ര ഗവൺമെന്റും അഭിപ്രായപ്പെട്ടത് എന്താ? ഈ ആക്ഷേപം ഇന്ത്യൻ ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്, ജുഡീഷ്യറിയെ അട്ടിമറിക്കാനാണ്. ആ വനിതയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇപ്പൊ എന്താ ഉണ്ടായത്?
അതായത് രഞ്ജൻ ഗൊഗോയ്ക്ക് രാജ്യസഭാ സ്ഥാനവും കിട്ടി. ആ വനിതയെ വീണ്ടും സുപ്രീം കോടതിയിൽ നിയമിച്ചിരിക്കുകയാണ്. എന്ത് നാടക ഇവിടെ കളിക്കുന്നത്? ഈ നിലയിൽ സുപ്രീം കോടതിയിലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ ഉള്ള നീക്കമാണ് അവർ നടത്തുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി നീതിപൂർവമായി നമ്മുടെ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടനാപരമായി ചുമതലപ്പെട്ട അധികാര സ്ഥാപനമാണ്. ഇന്ന് ഈ ഭരണനിർവഹണ സമിതി, മോദി മന്ത്രിസഭ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരുടെ വരുതിയിലാക്കിയിരിക്കുകയാണ്. സ്വതന്ത്രമായി അഭിപ്രായം പറയുന്ന കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പല നിലയിൽ പുറത്താക്കി അവർക്ക് ആവശ്യമുള്ള ആളുകളെ തിരികെ കയറ്റി അവരുടെ ഉപകരണമാക്കി ഇന്നിപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ മറ്റേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവരെ കാണാനും ബന്ധപ്പെടാനും ശ്രമിച്ചതായിട്ടാണ് പത്രവാർത്ത കണ്ടത്. പിന്നെ നിഷേധിക്കലുമൊക്കെ ഉണ്ടായി. ഏതായാലും ശരി, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ഭരണനിർവഹണ സമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിലെ അന്വേഷണ ഏജൻസികൾ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതുപോലെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, ഇവയെല്ലാം ഭരണനിർവഹണ സമിതിയുടെ രാഷ്ട്രീയ ഉപകരണമായി നരേന്ദ്രമോദി ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനാവും. പ്രതിപക്ഷ ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ, പ്രതിപക്ഷത്തുള്ളവരെ കാലു മാറ്റിക്കാൻ, തങ്ങളുടെ തന്നെ കൂടെയുള്ള ആളുകളെ ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ആയുധമാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സെൻട്രൽ വിജിലൻസ് കമ്മീഷനും ഇൻഫർമേഷൻ കമ്മീഷനുമല്ല. ഈ നിലയിൽ വളരെ അപകടകരമായൊരു നിലയിലേക്ക് നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കരിനിയമങ്ങളാണ് അവർ പാസാക്കിയത്! ജനങ്ങളുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുന്ന കരിനിയമങ്ങൾ. അതുപോലെ രാജ്യദ്രോഹ കുറ്റമെന്നത് കൊളോണിയലിസത്തിന്റെ കാലത്ത് ഇന്ത്യയിലെ പീനൽ കോഡിൽ വന്ന ഒരു വകുപ്പാണ്. ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ വകുപ്പിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷങ്ങളുടെ വായടപ്പിക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ ജനതയാകെ ഒരർത്ഥത്തിൽ ഒരു പോലീസ് സ്റ്റേറ്റിന്റെ കീഴിലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ജനങ്ങളാകെ ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലാണ്, ഗവൺമെന്റ് ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. 83 കോടിയോളം ഇന്ത്യക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഇന്റർനെറ്റ് വിവരങ്ങൾ വിവിധ ഏജൻസികൾ വഴി ഗവൺമെന്റ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവരങ്ങൾ ശേഖരിച്ച് വ്യക്തികളെ, ഗ്രൂപ്പുകളെ കണക്കിലെടുത്ത് മെസ്സേജസ് നൽകുന്ന സമ്പ്രദായവും അവർ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനാവും. അതിനും പുറമെയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാര സംവിധാനമായ, ഈ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന സംവിധാനമായ പെഗാസസ്, അതിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ ടെലിഫോൺ വിവരങ്ങൾ, മറ്റു വിവരങ്ങൾ അതിവിദഗ്ധമായി ഈ ഗവൺമെന്റ് ചോർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് സുപ്രീം കോടതി കേസുണ്ട്. എന്നാലും സുപ്രീം കോടതി അത് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. ഈ നിലയിൽ ഒരർത്ഥത്തിൽ നമ്മുടെ രാജ്യമാകെ ഒരു പോലീസ് സ്റ്റേറ്റായി, ഒരു നിരീക്ഷണ രാജ്യമായി, ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിൽ കഴിയുന്ന ജനതയായി ഇന്ത്യൻ ജനത മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനാവും. അതുപോലെ നമ്മുടെ രാജ്യത്തിലെ ഫെഡറൽ സംവിധാനം ഇന്ത്യയുടെ വൈവിധ്യത്തെ പരിഗണിച്ചിട്ടാണ്
ഇന്ത്യൻ ഭരണഘടന ഒട്ടേറെ ഫെഡറൽ സ്വഭാവത്തോടുകൂടി തയ്യാറാക്കിയത്. പരിമിതികൾ ഉണ്ടെങ്കിലും ശരി, ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ അത് പരിഗണിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഫെഡറൽ സംവിധാനത്തെ നരേന്ദ്രമോദി ഭരണം ഇന്നിപ്പോൾ അട്ടിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ധനപരമായ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുത്തിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് മാറ്റിവെച്ച അധികാരങ്ങൾ ഓരോരോന്നും കേന്ദ്ര ഗവൺമെന്റ് കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാർഷിക മേഖല സംസ്ഥാനങ്ങൾക്ക് വളരെ വിപുലമായ അധികാരമുള്ള മേഖലയാണ്. കേന്ദ്ര ഗവൺമെന്റാണ് നിയമം പാസാക്കി കൈയടക്കിയത്. വിദ്യാഭ്യാസ രംഗം, വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള ഒരു നയം ഇപ്പോൾ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങൾക്ക് അതിവിപുലമായ അധികാരങ്ങളും അവകാശങ്ങളും ഭരണഘടനാപരമായുണ്ട്. ഒരു സംസ്ഥാനവുമായി ചർച്ച നടത്താൻ തയ്യാറായില്ല അവർ. ഏകപക്ഷീയമായി ഒരു അഖിലേന്ത്യാ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കാനാണ് തയ്യാറായത്. അതുപോലെ ഇന്നിപ്പോൾ സഹകരണ രംഗം സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ളതാണ്. ആ രംഗവും കൈയടക്കാനായി കേന്ദ്ര ഗവൺമെന്റ് ഒന്നിനു പുറകെ മറ്റൊന്നായി നടപടികൾ നീക്കുന്നു. കേന്ദ്രത്തിൽ ഒരു പുതിയ മന്ത്രി ഡിപ്പാർട്ട്മെന്റ് ഇടപെടാനും അട്ടിമറിക്കാനും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ നിലയിൽ നിശ്ചയിച്ചു കൊടുത്ത സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഇന്നിപ്പോ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ GST സംബന്ധിച്ചുള്ള നഷ്ടപരിഹാരം അത് പറഞ്ഞെങ്കിൽ ശരി, നൽകാൻ തയ്യാറായില്ല. ഇന്നിപ്പോ ബാലഗോപാലൻ അത് സംബന്ധിച്ച് ഇത് നടക്കുന്ന ചർച്ചയിൽ ഉന്നയിച്ച കാര്യം പത്രത്തിൽ വന്നിട്ടുണ്ട്. 5 വർഷക്കാലത്തേക്ക് കൂടി ഈ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള കാലാവധി നീട്ടണമെന്ന ആവശ്യമായ നടപടി ഈ ഗവൺമെന്റ് എടുക്കുന്നില്ല. ഈ നിലയിൽ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ കടുത്ത കടന്നാക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇതെല്ലാം? ഈ അമിതാധികാര വാഴ്ച കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. ഇന്നിപ്പോ ഗവൺമെന്റിന്റെ സാമ്പത്തിക നടപടികളാകെ പരിശോധിച്ചാൽ എല്ലാം കോർപ്പറേറ്റുകൾക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അമിതാധികാര ഭരണം വർഗീയ കോർപ്പറേറ്റുകളുടേത്. ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ്, മറുഭാഗത്ത് വർഗീയതയെ സഹായിക്കാനാണ്, ഭൂരിപക്ഷ വർഗീയതയെ സഹായിക്കാനാണ്, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനാണ്. ഇന്നിപ്പോ ഈ ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്കായി എല്ലാ മേഖലകളും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നു, ഇൻഷുറൻസ് സ്വകാര്യവൽക്കരിക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു, വിമാനം, അതുപോലെ കപ്പൽ ഗതാഗതം, റെയിൽവേ ഒക്കെ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഖനികൾ സ്വകാര്യവൽക്കരിക്കുന്നു, പെട്രോളിയം സ്രോതസ്സുകൾ സ്വകാര്യവൽക്കരിക്കുന്നു, ജലസ്രോതസ്സുകൾ സ്വകാര്യവൽക്കരിക്കുന്നു, വനം, കുന്നുകൾ, ചരിവുകൾ ഒക്കെ സ്വകാര്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരായ കോർപ്പറേറ്റുകൾ മാത്രമല്ല, വിദേശ കോർപ്പറേറ്റുകൾക്കും ഇവയെല്ലാം വാങ്ങാം. 100% വിദേശ മൂലധന നിക്ഷേപം ഏതാണ്ട് എല്ലാ മേഖലകളിലും ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ കോർപ്പറേറ്റുകളെ സഹായിച്ച ഒരു ഗവൺമെന്റില്ല. ഈ ഗവൺമെന്റിനെ കോർപ്പറേറ്റുകളുടെ, അതുപോലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്വഭാവത്തിലേക്ക് ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. എന്ത് സൗജന്യമാണ് ഈ കോർപ്പറേറ്റുകൾക്ക് ഈ ഗവൺമെന്റ് കൊടുത്തത്? കഴിഞ്ഞ 7 കൊല്ലക്കാലത്തിനിടയിൽ 10 ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റുകളുടെ കടം ഈ ഗവൺമെന്റ് എഴുതിത്തള്ളി. 10 ലക്ഷം കോടി. അതിനും പുറമെ നികുതി ഇനത്തിൽ കഴിഞ്ഞ 1 വർഷക്കാലം 8% നികുതി ഇളവ് ചെയ്യാൻ അവർ നടപടികൾ എടുത്തു എന്നതാണ്. പിന്നിന്നിപ്പോ ട്രേഡ് യൂണിയൻ രംഗത്ത് അവർ പാസാക്കിയ ഈ ലേബർ കോഡുകളുടെ ലക്ഷ്യം എന്താ? ഇതിനെതിരായി തൊഴിലാളി സംഘടിച്ചുകൂടാ, സമരം ചെയ്തുകൂടാ. വെള്ളക്കാരുടെ കാലത്ത് സമരം ചെയ്ത് ഇന്ത്യയിലെ തൊഴിലാളി വർഗം നേടിയെടുത്ത
സംഘടിക്കാനും വിലപേശാനുമുള്ള സ്വാതന്ത്ര്യം, അവകാശം ഈ ഗവൺമെന്റ് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ ഇന്ന് റദ്ദാക്കിയിരിക്കുകയാണ്. ഈ കോർപ്പറേറ്റുകൾ നടത്തുന്ന ചൂഷണത്തിനെതിരായി ഒരുമിച്ച് ചേരാനും സമരം ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യമാണ് ഈ പുതിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഫലമായി ഇതുപോലെ കോർപ്പറേറ്റുകൾ വളർന്ന ഒരു കാലം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു 10% നമ്മുടെ നാട്ടിലെ ധനിക വിഭാഗം ഒട്ടാകെയുള്ള നാടിൻ്റെ സമ്പത്തിൻ്റെ 75% കൈകാര്യം ചെയ്യുന്നു എന്നാണ്. ഏതാണ്ട് ഒരു 60% പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ ഒട്ടാകെയുള്ള സമ്പത്തിൻ്റെ 5% മാത്രമാണ്. അങ്ങനെ ധനവാന്മാർ വലിയ ധനവാന്മാരാവുന്നു, സാധാരണക്കാർ കൂടുതൽ പാവപ്പെട്ടവരാവുന്നു എന്ന സ്വഭാവത്തിൻ്റെ വേഗത വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുകേഷ് അംബാനി, അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ കണക്കൊന്ന് പരിശോധിക്കാം. 2016 മുതൽ 2020 വരെ ഉള്ള 4 കൊല്ലക്കാലം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് 350% വളർന്നത്. ഇന്നിപ്പോൾ അത് 7.18 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നതായി കണക്കാക്കാം. അതുപോലെ ഗൗതം അദാനി മറ്റ് വലിയ ധനവാനാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 4 കൊല്ലക്കാലത്തെ സമ്പത്ത് 750% വർദ്ധിച്ചത്. ഇന്നത് വർദ്ധിച്ച് 5.06 ലക്ഷം കോടി രൂപയായി പെരുകിയിരിക്കുന്നു എന്നതാണ് കണക്ക്. ഇതാണ് ധനവാന്മാർ. എന്താ സാധാരണക്കാരുടെ നില? വിശപ്പുള്ളവരുടെ എണ്ണം ഇന്ത്യ രാജ്യത്ത് വളരുന്നു എന്നതാണ് ഇവയാകെ പരിശോധിക്കുന്ന സർവദേശീയ സമിതികൾ ഇന്ന് അഭിപ്രായപ്പെട്ടത്. 2020 ഇന്ത്യയുടെ സ്ഥാനം, വിശപ്പുള്ളവരുടെ എണ്ണം കണക്കാക്കുന്ന സർവദേശീയ സ്ഥാപനം വിലയിരുത്തിയത് ഇന്ത്യയുടെ സ്ഥാനം താഴെ 94ാമത്തേതായിരുന്നു എന്നതാണ്. ഇന്നിപ്പോൾ എത്ര? 116ൽ 101ാമത്തെ സ്ഥാനമായി താഴെ പോയിരിക്കുന്നു എന്നതാണ്. 7 സ്ഥാനങ്ങൾ കൂടി ഇന്ന് ഇന്ത്യ രാജ്യം ഇടിഞ്ഞു വീണിരിക്കുന്നു എന്നതാണ്. ഇങ്ങനെ അംബാനിയും അദാനിയും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുമ്പോൾ വിശപ്പ് അനുഭവിക്കുന്നവരുടെ എണ്ണം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുമാത്രമല്ല, ഈ കോവിഡിൻ്റെ കാലത്ത് ദരിദ്രരുടെ എണ്ണം ഏതാണ്ട് ഇരട്ടിച്ചു എന്നതാണ്. 6 കോടിയിൽ നിന്ന് 13.4 കോടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ 2021 വീണ്ടും വർദ്ധിക്കാൻ ഇടവരും എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ലോകത്താകെയുള്ള ദരിദ്രരുടെ വളർച്ചയിൽ ഇന്ത്യയുടെ സംഭാവന 60% ഇന്ത്യയുടെ സംഭാവനയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആ നിലയിൽ തൊഴിലില്ലായ്മ വളരുന്നുണ്ട്, വില കയറുന്നുണ്ട്. എല്ലാം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഈ ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഗീയ കൂട്ടുകെട്ടിന്റെ നീക്കങ്ങൾ നമുക്ക് ആ മേഖലയിൽ നമുക്ക് പരിശോധിക്കാം. ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ പരമാവധി വർഗീയ ധ്രുവീകരണം നടത്താനുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് വിവിധ മേഖലകളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്ന്, ഇന്ത്യയുടെ പൗരത്വം മതാധിഷ്ഠിതമാക്കാൻ അതിൻ്റെ ആദ്യത്തെ തുടക്കമാണ് പൗരത്വാവകാശ ഭേദഗതി നിയമം. അങ്ങനെ പൗരത്വം എന്നത് മതത്തിനെ അടിസ്ഥാനമാക്കി മാറ്റാനുള്ള ശ്രമമാണ് അതിലൂടെ അവർ നടത്തിയത്. എന്തിനാ ജമ്മു കാശ്മീർ സംസ്ഥാനം ഇല്ലാതാക്കിയത്? കാശ്മീരിൽ ഭൂരിപക്ഷം മുസ്ലിം ജനവിഭാഗങ്ങളാണ്. ആ ഭൂരിപക്ഷം ഇല്ലാതാവണം. തദ്ദേശീയർ എന്നത് സംബന്ധിച്ചുള്ള നിർവചനം മാറ്റി ആ പ്രദേശത്തേക്ക് മറ്റ് മതവിശ്വാസികൾ കുടികയറാനുള്ള എല്ലാ അവസരവും ഈ ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ്.
ഇസ്രയേൽ പാലസ്തീനിൽ ചെയ്യുന്ന നടപടിയാണ് ഇന്ന് കാശ്മീരിൽ മോദി ഭരണം ചെയ്യാൻ കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നത്, നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അയോധ്യ വിധി, ക്ഷേത്രം പണിയുന്നത് ഏതാണ്ട് ഗവൺമെന്റിന്റെ ചുമതലയിലാണ്. ആ നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മുടെ ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവം ഇതിന്റെ ഫലമായി ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അടുത്ത ദിവസം മോദി വാരണാസിയിലെത്തി. അദ്ദേഹം ഒരു പുതിയ ഇടനാഴി ഉദ്ഘാടനം ചെയ്തു. കാശി വിശ്വനാഥ് ക്ഷേത്രവും ഗംഗാനദിയും സംബന്ധിച്ചുള്ള ഇടനാഴിയാണ്. നിരവധി കോടി രൂപ ചെലവഴിച്ചതാണ്, ഗവൺമെന്റാണ് ചെലവഴിച്ചത്. ഒരു മതപ്രചാര വേലയ്ക്ക്, മതധ്രുവീകരണത്തിന് സഹായമൊരുക്കാൻ വേണ്ടിയിട്ട് അത്തരം നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഗോസംരക്ഷണ നിയമങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി പാസ്സാക്കിക്കൊണ്ടിരിക്കല്ലേ. കന്നാലികളെ കടത്തിക്കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ലവ് ജിഹാദ്, മതപരിവർത്തന നിരോധന നിയമം, അതുപോലെ ചില സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാനുള്ള നിയമങ്ങൾ ഇപ്പോൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നിയോജക മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിന് ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ എന്ത് നടന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. വളരെ ബോധപൂർവം വർഗീയ ധ്രുവീകരണത്തിന് കളവൊരുക്കാനുള്ള മറ്റൊരു നടപടിയായി നമുക്കിതിനെ കാണാനാവും. നരേന്ദ്രമോദി മിനിഞ്ഞാന്ന് നടത്തിയ പ്രസംഗം പശു പരിശുദ്ധയാണ്, ഗോമാതാവാണ്. ആധുനിക ലോകത്ത് തന്നെ അപമാനകരല്ലേ? അത് മാത്രമേ പാല് തരുന്നതായുള്ളൂ. ആടുണ്ട്, എരുമയുണ്ട്, ഒട്ടകമുണ്ട്. ഇത് ഈ നിലയിൽ ഗോമാതാവ് പരിശുദ്ധയാണ്, അതിനെ ബഹുമാനിക്കണം. ഈ 21ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര സാങ്കേതികയുടെ പുരോഗതി വലിയ നിലയിലാവുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ് ഇന്ത്യക്കാകെ അപമാനകരാണ്. ഈ വർഗീയ പ്രചാരവേല ഇത്തരം ഓരോ പ്രതീകങ്ങളെയും എടുത്ത് വർഗീയ വികാരം ആളിക്കത്തിക്കാനാണ് ആദ്യം മുതൽ RSSഉം BJPയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ശക്തിയായി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യുക്തിക്കെതിരായി, വിവേകത്തിനെതിരായിട്ടുള്ള ശക്തിമത്തായ കടന്നാക്രമണം, ശാസ്ത്രബോധത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം, ശാസ്ത്രീയ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം. എന്തെല്ലാം കള്ളക്കഥകളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യൻ മിഥോളജിയിൽ ഇപ്പോ പുഷ്പക വിമാനങ്ങളുണ്ട്, ഗണപതിയുണ്ട്, മനുഷ്യന്റെ ഉടലും ആനയുടെ തലയും, അതുപോലെ മറ്റേ ധൃതരാഷ്ട്രർ, സഞ്ജയൻ അകലെയിരുന്ന് കുരുക്ഷേത്ര യുദ്ധം സംബന്ധിച്ചുള്ള വാർത്തകൾ പറഞ്ഞു കൊടുത്ത കഥയുണ്ട്. ഇതെല്ലാം ഇന്ത്യ രാജ്യത്ത് പഴയ കാലത്ത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പുരോഗമിച്ചിരുന്നു. വിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ അറിയാമായിരുന്നു, പ്ലാസ്റ്റിക് സർജറി അറിയാമായിരുന്നു, ഇന്റർനെറ്റും വീഡിയോ കോൺഫറൻസിങ്ങും ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്ന തരത്തിൽ ചിത്രീകരിക്കലാണ്. ലോകത്തിലെ പഴയ സംസ്കൃതിയുള്ള എല്ലാ രാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാലും, ഇപ്പോ ഈജിപ്തിന്റെ ചരിത്രം പരിശോധിക്കാം, മെസ്സപ്പൊട്ടോമിയയുടെ ചരിത്രം പരിശോധിക്കാം, ഗ്രീക്കിന്റെ ചരിത്രം പരിശോധിക്കാം. ആ അന്നത്തെ കാലത്തെ മനുഷ്യൻ അവരുടെ ഭാവനയനുസരിച്ച് ഒട്ടേറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഗ്രീക്കുകാർ പെഗാസസ്, കുതിരയും ചിറകും, ഇങ്ങനെ പലതും അന്നത്തെ കാലത്തെ മനുഷ്യൻ ചിന്തിച്ചു. അതുപോലെ ഇന്ത്യക്കാരും ചിന്തിച്ചിട്ടുണ്ട്. ഈ ചിന്തിച്ചതെല്ലാം, ഭാവനയിൽ കണ്ടതെല്ലാം ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെടാനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവകാശപ്പെടൽ ഫലത്തിൽ ഇന്ത്യയിലെ ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെ
പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കാനാണ് ഫലത്തിൽ ഉപകരിക്കുക എന്നതാണ്. പിന്നീട് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ നയം, അത് കോർപ്പറേറ്റുവൽക്കരിക്കുക മാത്രമല്ല, വർഗീയവൽക്കരിക്കലാണ് അവരുടെ ലക്ഷ്യം. ചരിത്രം ആകെ തിരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്ത്യൻ മിഥോളജി ആകെ ചരിത്രത്തിന്റെ ഭാഗമാക്കി ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളും RSSകാരാണ് ഇന്ന് പിടിച്ചടക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകെ RSS അവരുടെ പ്രചാരവേല നടത്താനുള്ള കേന്ദ്രങ്ങളാക്കി ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ നിലയിൽ വർഗീയത അപകടകരമായ നിലയിലേക്ക് നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനും ഇത്തരം നീക്കങ്ങൾക്കെതിരായി ഇന്നിപ്പോ ഇന്ത്യയിലും ചെറുതും വലുതുമായ സമരങ്ങൾ നടക്കുന്നുണ്ട്. തൊഴിലാളികളുടെ ഒട്ടേറെ പണിമുടക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു. കഴിഞ്ഞ ഒരു കൊല്ലക്കാലം നീണ്ടു നിന്ന കൃഷിക്കാരുടെ സമരം, ആ കൃഷിക്കാരുടെ സമരത്തിന്റെ മുന്നിൽ ഈ ഗവൺമെന്റിന് മുട്ടുകുത്തേണ്ടി വന്നു. അതുപോലെ ഒട്ടേറെ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ബഹുജന സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നുണ്ട്. പൗരത്വാവകാശ ഭേദഗതി നിയമത്തിനെതിരായി സമരം വളർന്നു വന്നു. കോവിഡിനെ ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അന്നേരം ഇന്നിപ്പോ ഈ നടന്ന ഈ സമരങ്ങൾ, കർഷക സമരം, പകർന്നു തരുന്ന ഒരു വലിയ അനുഭവമുണ്ട്. നിശ്ചയദാർഢ്യത്തോടെ ജനങ്ങൾ ഒരുമിച്ച് നീങ്ങിയാൽ ഈ ഗവൺമെന്റിനെ മുട്ടുകുത്തിക്കാനാവും എന്ന ഒരു വലിയ അനുഭവ പാഠമാണ് കർഷക സമരം നമുക്ക് പകർന്നു തരുന്നത്. ആ അനുഭവ പാഠം ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഇത്തരം നടപടികൾക്കെതിരായി, ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരായി, വർഗീയ മേധാവിത്വം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾക്കെതിരായി, അതുപോലെ കോർപ്പറേറ്റ് അനുകൂല നടപടികൾക്ക് എതിരായി വലിയ സമരങ്ങൾ വരും കാലത്ത് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. തീർച്ചയായും അക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് നടത്താൻ കഴിയുക. ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ ഈ ഗവൺമെന്റിന്റെ ഇത്തരം ജനവിരുദ്ധ നീക്കങ്ങൾക്കെതിരായി ശക്തിമത്തായ സമരങ്ങൾ വരും കാലത്ത് വളർത്തിക്കൊണ്ടുവരണം എന്നതാണ് ഈ ഇന്ത്യയിലെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്കിനി കേരളത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെയാണ് 2021 തെരഞ്ഞെടുപ്പിൽ നമുക്ക് വീണ്ടും വിജയിക്കാൻ കഴിഞ്ഞു. ഗവൺമെന്റിന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ, പാർട്ടിയുടെ പ്രവർത്തനം, പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന ബഹുജന സംഘടനകളുടെ പ്രവർത്തനം, ജനങ്ങളുടെ ആകെയുള്ള പിന്തുണ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് 2021 തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ ഒരു വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 84 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ 100 കൊല്ലമാണ്, കേരളത്തിൽ 84 കൊല്ലമാണ്. നമ്മൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക ജീവിതത്തിൽ കൂടുതൽ പുരോഗമനപരവും ജനാധിപത്യപരവുമായ മാറ്റമുണ്ടാക്കാൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം തന്നെ ഇതിനു വേണ്ടി നടന്ന സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. സാമൂഹ്യ പരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ, വെള്ളക്കാരുടെ ആധിപത്യത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ,
വിവിധ ജനവിഭാഗങ്ങളുടെ സംഘടനയും സമരങ്ങളും, സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീന ശക്തി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം കേരളത്തിൽ നടക്കുന്നത്. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ 1957 കേരളത്തിൽ നമുക്ക് ഭരണത്തിലെത്താനായി. നമ്മൾ അതിനുശേഷം ഇന്നിപ്പോ 1957 ശേഷം 67, 80, 87, 96, 2006, 2016 ഇപ്പൊ വീണ്ടും നമ്മൾ ഭരണത്തിലെത്തിയിരിക്കുകയാണ്. ഭരണത്തിലും ഭരണത്തിൽ അല്ലാതിരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന ബഹുജന സംഘടനകളും കേരളത്തിൽ സാധാരണക്കാരുടെ താല്പര്യം ഉയർത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ, കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കാനാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് 1939 കേരളത്തിലെ കാർഷിക പ്രശ്നം സംബന്ധിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട് അന്ന് സഖാവ് EMS മദിരാശി അസംബ്ലിയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് മലബാർ ടെൻഡൻസി എൻക്വയറി കമ്മിറ്റി അന്നത്തെ ഗവൺമെന്റ് രൂപീകരിച്ചു. കുട്ടിക്കൃഷ്ണമേനോനാണ് അധ്യക്ഷൻ, EMS അതിലെ അംഗമാണ്. ആ കമ്മിറ്റിയിൽ സഖാവ് EMS കേരളത്തിലെ ഭൂപ്രശ്നങ്ങളെ സംബന്ധിച്ച് മാർക്സിസത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു വിയോജക കുറിപ്പ് അവതരിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ ഭൂബന്ധങ്ങൾ എന്താണ്, എന്തു മാറ്റാണ് വരുത്തേണ്ടത്, ആ ഇടപെടലാണ് 1939 നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ. പിൽക്കാലത്ത് ഭൂപരിഷ്കാര നടപടികൾ, മറ്റെല്ലാ നടപടികളും ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുത്തത്. അത് ആദ്യത്തെ തുടക്കമാണ്. 37 കഴിഞ്ഞ് 39 തന്നെ ഇടപെടാൻ തുടങ്ങി. അതുപോലെ 1956 ജൂൺ 22, 23, 24 തീയതികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ ചേരുന്നു. ആ സമ്മേളനം ഒരു രേഖ അംഗീകരിച്ചു. പുതിയ കേരളം പടുത്തുയർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ എന്നതാണ് ആ രേഖ. 35 പേജോളം വരുന്ന ഒരു പ്രമേയമാണ് അന്ന് സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചത്. കേരളത്തിലെ ഒട്ടാകെയുള്ള സ്ഥിതിഗതികളെ സംബന്ധിച്ച് മാർക്സിസത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നുണ്ട്. അടിയന്തരമായി അന്ന് ചെയ്ത് തീർക്കേണ്ട കടമകളെ സംബന്ധിച്ചിടത്തോളം ഈ രേഖ സൂചിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങൾ ഇതുപോലെ സ്ഥിതിഗതികളെ വിലയിരുത്തി ഈ കടമകൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കേരള പഠന കോൺഗ്രസുകൾ കേരളത്തിൻ്റെ സ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിപ്ലവകരമായ മാറ്റം കേരള സമൂഹത്തിൽ നമ്മുടെ ഗവൺമെന്റുകൾ, നമ്മുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വരുത്താനായി. ഭൂപരിഷ്കാരം അത് 33 ലക്ഷത്തോളം ആളുകൾക്ക് സാമ്പത്തികമായി പ്രയോജനം ലഭിച്ചു എന്നത് മാത്രമല്ല, കേരള സമൂഹത്തെ ചലനാത്മകമാക്കാൻ വലിയ മാറ്റം കുറിച്ച നടപടിയാണ് ഭൂപരിഷ്കാര നടപടികൾ. വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യവൽക്കരിക്കാനെടുത്ത നടപടികൾ,
ആരോഗ്യ രംഗത്തെ ജനാധിപത്യവൽക്കരിക്കാനെടുത്ത നടപടികൾ, കൃഷിയും വ്യവസായവും പ്രോത്സാഹിപ്പിക്കാനെടുത്ത നടപടികൾ, പൊതുവിതരണം ശക്തിപ്പെടുത്താനെടുത്ത നടപടികൾ, പൊതു പാർപ്പിട സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനെടുത്ത നടപടികൾ, അധികാര വികേന്ദ്രീകരണം, ജനകീയ ആസൂത്രണം, ഈ മേഖലകളിൽ നാം എടുത്ത നടപടികൾ, അതിവിപുലമായ ഒരു സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റുകളുടെ നടപടികളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ജനങ്ങളെ സഹായിക്കാനാണ്. കോർപ്പറേറ്റ് കേന്ദ്രീകൃതമായ ഇന്നത്തെ ഈ സാമൂഹ്യ സംവിധാനത്തിന് ബദലായി ജനങ്ങളുടെ മുൻകൈയോടെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജനങ്ങളെ സഹായിക്കുന്ന ധനപരമായ സ്ഥാപനങ്ങളാണ് ഈ സഹകരണ പ്രസ്ഥാനം. അതുപോലെ അതിവിപുലമായ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഇവയെല്ലാം നമ്മുടെ പ്രസംഗങ്ങളിൽ വരാറുള്ളതാണ്. ഞാൻ അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്താ ഇതിൻ്റെ ആകത്തുക? ബൂർഷ്വാ ഭൂപ്രഭു കേന്ദ്രീകൃതമായ നയങ്ങൾക്ക്, അതാണ് കോൺഗ്രസും BJPയും മറ്റ് രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഈ നയങ്ങൾക്ക് ബദലായി സാധാരണക്കാരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ബദൽ നയങ്ങൾ എല്ലാ മേഖലകളിലും നടപ്പാക്കി ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നടപടികളാണ് ഗവൺമെന്റ് എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പുരോഗതി കേരളത്തിന് നേടാനായി എന്നതാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സുസ്ഥിര വികസന സൂചികകൾ കേരളം 1-ാം സ്ഥാനത്താണ്. അതുപോലെ ആരോഗ്യരംഗത്ത് കേരളം 1-ാം സ്ഥാനത്താണ്. ശിശു മരണനിരക്ക് 7-ലെത്തി 7-ൽ നിന്ന് 6-ലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. കേരളത്തിന്റെ സമഗ്രമായ വികാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയുർദൈർഘ്യം വർദ്ധിച്ചിരിക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി നമുക്ക് കേരളത്തിൽ നേടാനായി. സാക്ഷരർ ഇന്ത്യയിലാകെ 77% കേരളത്തിൽ 96%-അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് എല്ലാ മേഖലകളിലും സാധാരണക്കാരുടെ താല്പര്യം പരിരക്ഷിക്കുന്ന നടപടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന ബഹുജന സംഘടനകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കഴിഞ്ഞ കാലത്താകെ കേരളത്തിൽ എടുത്തത്. ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലെ കടമ, ഇന്ന് കേരള സമൂഹം ഈ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉയർന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഭൂപരിഷ്കാരത്തിന്റെ ഫലമായി, വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ ഇടപെടലുകളുടെ ഫലമായി, കാർഷിക വ്യവസായിക പുരോഗതിയുടെ ഫലമായി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാര വികേന്ദ്രീകരണം, ജനകീയ ആസൂത്രണം എടുത്ത നടപടികളുടെ ഫലമായി അതിവിപുലമായ ഈ സഹകരണ ശൃംഖല, അതിൻ്റെ ഇടപെടലുകളുടെ ഫലമായി മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരള സമൂഹം തീർച്ചയായും സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും കൂടുതൽ ഒരു ഉയർന്ന തലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അഭിമാനത്തോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പറയാനാവും. ഈ ഇടപെടലുകളുടെ ഫലമാണ് മറ്റൊരു സംസ്ഥാനത്തും നേടാനാവാത്ത ഈ വലിയ നേട്ടം കേരള സമൂഹത്തിൽ നമുക്ക് നേടാനായത്. ഈ തലത്തിൽ നിന്ന് കൂടുതൽ ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് എത്തിക്കലാണ് നമ്മുടെ മുന്നിലെ പ്രധാനപ്പെട്ട കടമ. ഇന്നിപ്പോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ മാനിഫെസ്റ്റോയിൽ ഒരു കാര്യം പറഞ്ഞു. കേരള സമൂഹത്തെ ഒരു ആധുനിക വിജ്ഞാന സമൂഹമാക്കി ഉയർത്താൻ കഴിയണമെന്നതാണ്. എന്താ ഈ ആധുനിക വിജ്ഞാന സമൂഹം? ഇപ്പൊ ബൂർഷ്വാസി കാണുന്നത് പോലെ ഇൻഫർമേഷൻ ടെക്നോളജി, ആ രംഗത്തെ ചില നേട്ടങ്ങൾ നേടുക,
എന്നതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ കാഴ്ചപ്പാട്. നിരന്തരം അറിവ് നമുക്ക് വളർത്താനാവണം. ഇപ്പോ ഹൈസ്കൂൾ തലത്തിൽ വലിയ വിജയമാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്തരം വിജയം കൈവരിക്കാനുള്ള നടപടികൾ നാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള അറിവ് നമുക്ക് വികസിപ്പിക്കാനാവണം. ആ അറിവിനെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഉൽപാദന ഉപകരണങ്ങൾ അതിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് പ്രയോജനപ്പെടുത്താനാവണം. അതുമാത്രമല്ല, ആ ഉൽപാദന ഉപകരണങ്ങളിൽ അധ്വാനിക്കുന്ന ജനങ്ങളുടെ വൈദഗ്ധ്യത്തെ നമുക്ക് വളർത്താനാവണം. ഉൽപാദന ശക്തികളുടെ വളർച്ചയ്ക്കാകെ ഈ വളരുന്ന വികസിക്കുന്ന അറിവിനെ നമുക്ക് പ്രയോജനപ്പെടുത്താനാവണം. അങ്ങനെ പ്രയോജനപ്പെടുത്തി കാർഷിക രംഗത്തെ വലിയ പുരോഗതി കൈവരിക്കാനാവണം. വ്യവസായിക രംഗത്തെ വലിയ പുരോഗതി കൈവരിക്കാനാവണം. സേവന മേഖലകളിൽ വലിയ പുരോഗതി ഇനിയും കൈവരിക്കാനാവണം. ഇവിടെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെ പരമ്പരാഗത വ്യവസായങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ മെച്ചപ്പെടുത്താനാവും, അതിൽ പണിയെടുക്കുന്ന തൊഴിലാളി അവരുടെ വൈദഗ്ധ്യം എങ്ങനെ മെച്ചപ്പെടുത്താനാവും, ആ നിലയിൽ കൂടുതൽ ഉൽപാദനക്ഷമമാക്കാനാവും. ഇങ്ങനെ കൃഷിയും വ്യവസായവും സേവനങ്ങളും ഈ പുതിയ അറിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ കഴിയത്തക്ക തരത്തിൽ കേരള സമൂഹത്തെ കൂടുതൽ ഒരു ഉയർന്ന തലത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ആ ചുമതലയാണ് ഇന്നിപ്പോൾ പാർട്ടിയുടെ മുന്നിലുള്ളത്. ഇതെങ്ങനെ നിർവഹിക്കാനാവും? ഇപ്പൊ ഈ സമ്മേളനങ്ങളിൽ ഈ വിഷയങ്ങൾ നമുക്ക് ചർച്ച നടത്താനാവണം, നമുക്ക് നിഗമനങ്ങളിൽ എത്തിച്ചേരാനാവണം. ഇന്നിപ്പോൾ ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താനുണ്ട്. വേറെ ക്ലിപ്തമായി നമുക്ക് പിന്തുടരാൻ ഇതിനൊരു മാതൃകയില്ലേ? ഇപ്പൊ സോവിയറ്റ് യൂണിയനിലെ സോഷ്യലിസം കെട്ടിപ്പടുത്ത മാതൃക നമുക്ക് കേരളത്തിൽ നടപ്പാക്കാനാവില്ല. വളരെ വ്യത്യസ്തമായ സാഹചര്യമാണ്. ചൈനയിലെ ഇന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. വിയറ്റ്നാമിന്റെയും ലാവോസിന്റെയും കൊറിയയുടെയും ക്യൂബയുടെയും ഒക്കെ സാഹചര്യം വ്യത്യസ്തമാണ്. ബംഗാളോ ത്രിപുരയോ ഒക്കെ ചെയ്തത് തികച്ചും വ്യത്യസ്തമാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. ഈ എല്ലാ അനുഭവങ്ങളും പഠിച്ച് കേരളത്തിൻ്റെ ഇതുവരെ നമ്മൾ തനതായ ഒരു മാതൃക കെട്ടിപ്പടുക്കാനാണ് ശ്രമിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാലും കേരളം ഒരു തനത് മാതൃക വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. 1939-ലും 1956-ലും പിന്നീട് നമ്മുടെ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച രേഖകളിലും കേരള പഠന കോൺഗ്രസ് അംഗീകരിച്ച രേഖയിലും ആ തനതുപാത വെട്ടിത്തെളിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ പരിശ്രമങ്ങളുടെ കാൽപ്പാടുകൾ നമുക്ക് കാണാനാവും. ആ നിലയിൽ ഇന്നത്തെ ഈ പുതിയ ചുമതല നമുക്ക് നിർവഹിക്കാൻ ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായും ഈ ലോക അനുഭവങ്ങളെയാകെ പഠിച്ചുകൊണ്ട് നമുക്ക് വെട്ടിത്തെളിക്കാനാവണം. അങ്ങനെ ഇന്നിപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനാവണം. അതിന് ഈ സംസ്ഥാന സമ്മേളനം നമ്മെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട്. മറ്റാരുമില്ല ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, മറ്റാരുമില്ല ഈ സ്വകാര്യവൽക്കരണ നടപടികളെ തടയാൻ, മറ്റാരുമില്ല ഈ വർഗീയവൽക്കരണം തടയാൻ. മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചാഞ്ചാടുകയാണ്, കീഴടങ്ങുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം മാത്രമാണ് ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നത്, ഉറച്ച കോർപ്പറേറ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത്, ജനാധിപത്യത്തിന് അനുകൂലമായ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത്. അത് കേരളത്തിലെ വിജയം അഖിലേന്ത്യാ രാഷ്ട്രീയത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ സ്വഭാവത്തിലേക്ക് വളരാൻ സഹായിക്കും. അതുകൊണ്ട് കേരളത്തിൽ ഈ നേട്ടം നേടുക മാത്രമല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഈ വലിയ മാറ്റത്തിന്
കരുത്തു പകരാൻ കേരളം ഇക്കാര്യത്തിൽ വലിയ പുരോഗതി കൈവരിക്കാനാവണം. അതിന് ഈ സമ്മേളനവും സമ്മേളന തീരുമാനങ്ങളും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ.